പൊതുപണിമുടക്ക് അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് ബംഗളൂരു നഗരം. നഗരത്തിൻ്റെ അവസ്ഥ ഇന്ന് എല്ലാം സാധാരണ പോലെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഔട്ടർ റിംഗ് റോഡ് ഭാഗത്താണ്. BMTC ബസ്സുകൾ ഓടുന്നുണ്ട്, ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട്, ആളുകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. നിലവിലേതായാലും ബംഗളൂരു നഗരത്തിൽ യാതൊരു തരത്തിലും ഈ സ്ട്രൈക്ക് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇവിടെ ചില ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അണ്ണാ, സ്ട്രൈക്ക് എപ്പടി? ஸ்ட்ரைக் இன்னைக்கு எதுவும் கிடையாது. നിങ്ങൾക്ക് தெரியுமா ഇന്നേക്ക് സ്ട്രൈക്ക് എന്ന്? എനിക്ക് தெரியாது இன்னைக்கு ஸ்ட்ரைக் எனக்கு. ഏതായാലും ഇവിടുത്തെ തൊഴിലാളികൾക്ക് പോലും ഇവിടെ സ്ട്രൈക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് കേരളം ഒഴികെ, നമ്മൾ സാധാരണ പറയാറുണ്ട് കേരളം ഒഴികെ മറ്റിടങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സമരം ബാധിക്കാറില്ല എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ചില മലയാളികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സ്ട്രൈക്കൊക്കെ നേഷൻ വൈഡ് സ്ട്രൈക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണോ ബാംഗ്ലൂരിൻ്റെ അവസ്ഥ? ബാംഗ്ലൂരിൽ ഇങ്ങനെ തന്നെയാണ്. ബാംഗ്ലൂർ ഇങ്ങനെ തന്നെയാണ്. സ്ട്രൈക്ക് ഒന്നും ഇവിടെ ബാധിക്കാറില്ല. ആകപ്പാടെ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇവിടെ അറിയുന്നത് തന്നെ 90% ആൾക്കാർക്ക് അറിയില്ല. അറിയുന്നത് 10% അല്ലെങ്കിൽ 10-ൽ താഴെയുള്ള മലയാളികൾക്ക് മാത്രം അറിയുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൽ സർക്കാർ സ്പോൺസേർഡ് ഒരു പണിമുടക്ക് മാത്രമാണ്, ഹർത്താലാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഈ കാലഹരണപ്പെട്ട ഈ സമരമൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് വരാൻ പറയണം. ദൃശ്യങ്ങൾ കാണാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. പതിവ് പോലെ ബംഗളൂരിൻ്റെ ശാപമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് എല്ലായിടത്തും ഉണ്ട്. ഞാനിപ്പോൾ ഈ വരുന്ന വഴിയെല്ലാം തന്നെ പലയിടത്തും ട്രാഫിക് ബ്ലോക്ക് ശ്രദ്ധയിൽ പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഏതായാലും വലിയ തോതിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ബംഗളൂരു നഗരത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, IT തൊഴിലാളികൾ, CITUവിൻ്റെ നേതൃത്വത്തിലുള്ള IT യൂണിയനുണ്ട്. അവരൊക്കെ ഈ തൊഴിൽ സമയം അത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതായത് 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി സമരത്തിലുണ്ട്. ഇന്ന് അവർ സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയാണ് IT യൂണിയനുകൾ, CITUവിൻ്റെ നേതൃത്വത്തിലുള്ള IT യൂണിയൻ ഇന്ന് സമരം നടത്തുന്നത്. ഏതായാലും ബംഗളൂരു നഗരം ഈ ദേശീയ പണിമുടക്ക് ദിവസം സാധാരണ നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.